ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ ഈ കൺഫർമേഷൻ നടത്തുമ്പോൾ ഒരു മൈക്ക് ഇവിടെ കുത്തി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ചില ആളുകൾക്ക് താല്പര്യം തോന്നി. നമ്മുടെ ഉൾക്കാട്ടിലെ എൽദോസ് ഒരു മൈക്ക് മേടിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് 10,000 രൂപ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പറഞ്ഞത് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. ദാവീദ് പറയുന്ന പോലെ ഈ സൗലിൻ്റെ പടച്ചിട്ടൊന്നും നമുക്ക് വരുത്തിയൊന്നുമില്ല, ഇതിങ്ങനെ കണ്ടൊക്കെ വെക്കണം, അതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ തോമനെ ഞാൻ കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ രവീന്ദ്രൻ ബദർ പറഞ്ഞൊരു വചനം എൻ്റെ ഹൃദയത്തിൽ അന്നേരം മുതൽ പ്രകാശിച്ചായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതലാണ് താൻ അന്ന് സംസാരിച്ചത്. ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞങ്ങൾ നോക്കുന്നത് ഈ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതത്വം ചെയ്യുന്നത് ഈ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ നിങ്ങൾ നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയർത്തി കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇത് നോക്കുന്നത്. ഇവിടെ വചനം നമ്മളത് കേട്ടായിരുന്നു. നോമ്പ് നോക്കുക അല്ലെങ്കിൽ ഉപവാസം എടുക്കുക, സ്തോത്രം. സമുദായക്കാരാണ് നോമ്പെന്ന് പറയുന്നത്, നമ്മൾ ഉപവാസം എന്നാണ് പറയുന്നത്. പക്ഷെ ആ നോമ്പ് നോക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മളെല്ലാം ചെയ്യും, എല്ലാ കാര്യവും ചെയ്യും. എന്നുവെച്ചാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുമ്പോൾ ആ സമയം ദൈവത്തിന് വേണ്ടി തന്നെ വേർതിരിക്കണം. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥന, കഴിഞ്ഞ ദിവസം ആളുകൾ അവിടെ പറഞ്ഞ പോലെ വചന ശുശ്രൂഷയല്ല ഉപവാസ പ്രാർത്ഥനയെ കൂടുതൽ വേണ്ടത്. കൂടുതൽ ദൈവത്തോട് എന്ത് ചെയ്യാം? ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മളൊരു കുറച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥന കുറയ്ക്കും. ഉപവാസ പ്രസംഗമല്ല, ഉപവാസ പ്രാർത്ഥനയാണ്. നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതൊരു വലിയ കൃപയാണ്. അതൊരു കൃപയാണ് കേട്ടോ. പ്രസംഗിക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നത് വലിയൊരു കൃപയാണ്. അതിൻ്റെ ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഞാൻ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി മുട്ടയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അത്രയും പ്രാർത്ഥിക്കാനുള്ള കൃപയൊന്നുമില്ല. അങ്ങനെ ഏങ്ങലടിച്ച് കരയുക ഞാൻ കണ്ടിട്ടുണ്ട്. മൂന്നാമതൊരു വ്യക്തിയുടെ വിഷയത്തിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങളെ ചിന്തിക്കണം, നമ്മൾ ഏങ്ങലടിച്ച് കരയുന്ന അതിലാണ് നമ്മുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ ഏങ്ങലടിച്ച് കരയുന്നത്. മൂന്നാമതൊരു വ്യക്തിയുടെ കാര്യത്തിന് വേണ്ടി കണ്ണുനീര് പൊടിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇന്നതൊരു ദൂതായിട്ടൊന്ന് ഏറ്റെടുക്കണം. മറ്റൊരു വ്യക്തിയുടെ, മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ സഹോദരന്മാരാണേലും നമുക്ക് വലുതാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളുടെ ആഗ്രഹം. എല്ലാവരും നമ്മുടെ താഴെ നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് നല്ലൊരാഗ്രഹമല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നീ താഴെ പോകും. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ എന്നെക്കാളും നന്നായി വരണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരങ്ങൾ എന്നെക്കാളും നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എന്റെ സഹോദരി അല്ലെ എന്റെ സഹോദരൻ, ഹല്ലേലൂയ, വരണമെന്ന് ആഗ്രഹമുള്ളവര് തീരെ ചുരുക്കം പേരാണ്. ഇപ്പൊ സമ്പത്താണ് ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം നമ്മുടെ മാന്നാറ് ഒരപ്പനെയും അമ്മയും കൂടെ മോൻ എന്ത് ചെയ്തെന്നറിയാവോ? സ്ഥലം കൊടുക്കാനായിട്ട് രാത്രി 3 മണിക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അപ്പന് 85-90 വയസ്സായ മനുഷ്യൻ. ഞാൻ ഓർത്തു, ദൈവം ഇത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് നല്ലൊരു അന്ത്യം ലഭിച്ചില്ല. പണത്തിന് വേണ്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. വീട് കത്തിച്ചു. എന്നിട്ട് പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി മരിക്കാനായിരുന്നു. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു,
നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിനക്ക് നന്മ ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണമെന്ന കൽപ്പന. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആളുകൾക്ക് പണമാണ് വിഷയം, അല്ലെങ്കിൽ നമ്മളെക്കാൾ അധികം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണോ എന്നുള്ളൊരു ചിന്തയില്ല. നമുക്ക് അങ്ങനെ ഒരു ചിന്തയും ആഗ്രഹവും കാരണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ഇന്ന് പകലില് നമ്മൾ അങ്ങനെ ഒരു ലെവലിലേക്ക് വരണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ ആരെങ്കിലും കൈ ഉയർത്തിരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഹൃദയത്തിലേക്ക് ഒന്ന് വരട്ടെ. നമ്മുടെ വിഷയം അവിടെ നിൽക്കുക. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആരുടെ അവസ്ഥയ്ക്കാ ഭേദം വന്നത്? ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കൃപയാണ്. ഹല്ലേലൂയ. ഇന്ന് വെളുപ്പിനെ ഞാൻ 3 മണി കഴിഞ്ഞ് പോകണമെന്നോ എന്തോ ഒരു അസ്വസ്ഥയായിരുന്നു ശരീരത്തിൽ. അപ്പോൾ വാക്യം ഒക്കെ ഷെയർ ചെയ്തു. അപ്പോൾ രവീന്ദ്രൻ കിട്ടുന്നൊരു വാക്യമാണ് ഷെയർ ചെയ്ത്. അപ്പോൾ ചിലരൊക്കെ എന്നെ മെസ്സേജ് ഇട്ട് ഉറക്കമില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അവർ മനസ്സിലായ കാര്യമുണ്ട്. അവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് അവരുടെ ഫോണിൽ ആ ശബ്ദം കേട്ടത്. അവർ നോക്കിയപ്പോൾ എൻ്റെയാണ്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്, ആ 3 മണിക്ക് എറണാകുളത്തുള്ള ഒരു ദൈവ സഹോദരൻ, വേറെ കൈനിയിലുള്ളൊരു സഹോദരൻ, അവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതൊരു കൃപയാണ് കേട്ടോ. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് അതൊരു കൃപയായിട്ട് മാറണം. അങ്ങനെ താൻ ചെയ്യുമ്പോൾ ഇവിടെ ഇവരെന്തിനാ ഉപവാസം വെക്കുന്നത്, പ്രാർത്ഥന വെക്കുന്നത്? കലഹത്തിന്, മുഷ്ടിയുദ്ധത്തിന്, ഹല്ലേലൂയ, ഓരോരോ കാര്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കാണെങ്കിൽ ഒരു ഉപവാസം പറഞ്ഞാൽ ഏറ്റവും വലിയ ദൈവദാസന്മാരെ വിളിച്ചുകൊണ്ട് വരണമെന്ന് നമ്മുടെ ആഗ്രഹം. വിളിക്കുന്നതിന് എതിരൊന്നുമില്ല കേട്ടോ, വിളിക്കുന്നതിന് എതിരൊന്നുമില്ല, സ്തോത്രം. പക്ഷേ നമ്മൾ അതിൻ്റെതായ ഒരു മത്സരം, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെതായ ഒരു മത്സരം, സ്തോത്രം. നമ്മൾ ചിന്തിക്കണേ, സ്തോത്രം, നമ്മുടെ ചിന്ത അനുസരിച്ചാണ് കർത്താവ്. ഇവിടെ കർത്താവ് പറയാൻ നിങ്ങൾ ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണമല്ല ആ വാക്യം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് താഴോട്ട് അടുത്ത വാക്യം. ഞങ്ങളുടെ വിവാദത്തിനും കലഹത്തിനും, സ്തോത്രം. നമ്മുടെ ആരാധന കഴിഞ്ഞ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വിവാദവും ഇത് ഉണ്ടാക്കരുത് കേട്ടോ. ചില ആളുകൾ ചില സഭയിൽ ആരാധന കഴിയുമ്പോഴാണ് പ്രശ്നം. അതും ഇതുമെല്ലാം പറയും, ഓരോരുത്തരുടെ കാര്യം. നമുക്ക് പേഴ്സണലായിട്ട് പല അത് വീട്ടിൽ തീർക്കേണ്ടത് ചില അപ്പനും മക്കളും തമ്മിലുള്ള കാര്യം സഭായോഗം കഴിയുമ്പോഴാണ് തീർക്കുന്നത്. സഭായോഗം കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് അപ്പനും മക്കളും, സ്തോത്രം. ഇതൊന്നും ദൈവസന്നിധിയിൽ നീതിയുള്ള കാര്യമല്ല. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നീതിയുള്ള കാര്യങ്ങളല്ല, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഹല്ലേലൂയ, അമേരിക്കയിൽ പഴയ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവേ നടത്തി. സർവേ എന്ന് പറഞ്ഞ സ്ഥലമല്ല, ഇങ്ങനെ ആളുകളെ കുറിച്ച്, അന്നത്തെ അവിടുത്തെ ഉന്നത വ്യക്തികളെ കുറിച്ച് അവരുടെ സർവേ നടത്തി. അവരുടെ ഫോർ ഫാദേഴ്സ്, പഴയ പിതാക്കന്മാരുടെ വേരുകൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരുടെ തലമുറയാണ് അവിടുത്തെ ജഡ്ജിമാര്. ഇതുപോലെ ഉന്നതമായ നിലവാരങ്ങളിൽ വിദ്യാഭ്യാസത്തിലുള്ള ആളുകളെ അവരെക്കുറിച്ച് അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാം പഠിച്ചിട്ടാണ് പറയുന്നത്. ലൂക്കോസ് ലേഖനം എഴുതിയേക്കുന്ന എങ്ങനെ? ലൂക്കോസ് സുവിശേഷം എഴുതിയത് പഠിച്ചിട്ടാണ്. നിങ്ങളത് പഠനം ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് പഠനം ആവശ്യമില്ലെന്നാണ്. അത് ലൂക്കോസിന്റെ അപ്പോസ്തലപ്രവൃത്തിയൊക്കെ എടുത്ത് വായിച്ചറിയാം. പുള്ളി വിശദമായിട്ട് പഠിച്ചിട്ട് അന്വേഷിച്ച് അവിടെ ചെന്ന്. ലൂക്കോസ് അന്ന് അവിടെ ഇല്ലായിരുന്നു. വിശദമായി പഠിച്ചെന്നവർക്ക് ഒരു തെറ്റുമില്ല കേട്ടോ. വിശദമായി പഠിച്ചിട്ടേ നമ്മുടെ എവിടെയെങ്കിലും ചെല്ലാവുള്ളൂ. അല്ലേ പിന്നെ ആ സമയത്ത് നമുക്ക് ദൈവാത്മാവ് തരുന്ന നമുക്ക് പറയാം, സ്തോത്രം. പഴയൊരു പഴഞ്ചൊല്ല് പറയും, വായി പഠിച്ചതെല്ലാം ഗോതയ്ക്ക് പാട്ടെന്ന്. അങ്ങനെ ആയിരിക്കരുത്, സ്തോത്രം. നമ്മൾ പഠിച്ചിട്ടേ ചെല്ലാവുള്ളൂ. ഹല്ലേലൂയ.
അതിനുശേഷം ജയിലിൽ കിടന്ന ആളുകളെ കുറിച്ച്, ക്രിമിനൽ കേസുകൾ, മയക്കുമരുന്നിൽ പെട്ട അവരെ കുറിച്ച് അന്വേഷിച്ചു. അവരുടെ ഫോർഫാദേഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ദൈവഭയമില്ലാതെ, ദൈവത്തെ പിൻപറ്റാതെ ദുർമാർഗികളായി നടന്ന ആളുകളാണ് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരോടെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുറ അറിയാതെ എന്ത് ചെയ്യും? നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കർത്താവ് പറഞ്ഞു 1000 തലമുറ വരെ അവൻ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ബാങ്ക് ബാലൻസ് നമ്മുടെ കയ്യിലില്ലെന്ന് ഓർത്ത് ആരും ഭാരപ്പെടണ്ട. നമ്മുടെ ദൈവത്തെ ശരിയായി അങ്ങ് സേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യമാക്കുന്നില്ല. ദൈവത്തെ അങ്ങ് സേവിച്ചാൽ നിശ്ചയമായിട്ട് ദൈവം അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ തന്നെയുള്ള കാരണം ഞാൻ ഡൗൺ ആവുകയാണോ വളരുമാണോ എന്നിടയ്ക്ക് ചിന്തിക്കാൻ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഡൗൺ ആവുകയാണോ വളരുമാണോ എന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ചില ആളുകൾ മക്കളെ പഠിപ്പിക്കും, കടമെടുത്തും പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം ഒരു 10 രൂപ അപ്പനോ അമ്മയ്ക്കോ അയച്ചു കൊടുക്കാത്ത മക്കളുണ്ട്. അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട്, ഇവരെ പള്ളിക്കൂടത്തിൽ വിട്ട് പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് ഒരു നിലയിലാക്കിയിട്ട് 10 രൂപ പോലും അപ്പനും അമ്മയ്ക്കും കൊടുക്കാത്തവരുണ്ട്. അവരിനി എങ്ങനെ ജീവിക്കുന്നത്? ഇപ്പൊന്നും തോന്നരുത്. ഹല്ലേലൂയ. അവര് തന്നില്ലെങ്കിൽ പിന്നെ അപ്പനും അമ്മ എന്ത് ചെയ്യേണ്ടി വരും? കാണിച്ചു തെണ്ടേണ്ടി വരും. ഹല്ലേലൂയ. എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും കാണിക്കും കേട്ടോ. കാരണം അവരുടെ നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പിന്നെ അവര് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക്. ഹല്ലേലൂയ. സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ദൈവികമായ അനുഭവം. ഹല്ലേലൂയ. അവരുടെ കഷ്ടപ്പാട്. ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു കഥ ഇങ്ങനെ വായിച്ചു. ഒരു കൊച്ച് അപ്പനോട് ചെന്ന് ചോദിച്ചു, അമ്മയോട് ചെന്ന് ചോദിച്ചു, അമ്മ ആണോ അപ്പനാണോ കൂടുതൽ ത്യാഗം ചെയ്തതെന്ന്. ഉടനെ അമ്മ പറഞ്ഞു, ഞാനെന്നാ ത്യാഗം ചെയ്തത്? ഞാനൊരു ത്യാഗവും ചെയ്തില്ല. നിങ്ങളുടെ അപ്പനാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. ഇല്ലായ്മ, നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം, ഭക്ഷണം, പഠിപ്പീര്, ഉറക്കമില്ലാതെ ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനാണ്, അപ്പനാണ് ത്യാഗം സഹിച്ചത്. ഇത്രയും ത്യാഗം സഹിച്ചെന്ന് പറഞ്ഞു. അപ്പത്തിന് വലിയ സന്തോഷമായി. അപ്പനോട് എന്നെ ചോദിച്ചു, അപ്പ ഞങ്ങൾക്ക് വേണ്ടി അമ്മയാണോ അപ്പനാണോ ത്യാഗം സഹിച്ചെന്ന്. അവിടെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഞാൻ ചില അധ്വാനിച്ചെന്നുള്ളത് ശരിയുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തത് നിങ്ങളുടെ അമ്മയാണ്. ആ തലമുറയിൽ എന്തൊരു അനുഗ്രഹം ഉണ്ടാവുമെന്നറിയാം. ആ തലമുറ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണ് ത്യാഗം സഹിച്ചത്. ഞാൻ കുറച്ച് കാശ് കൊണ്ടുപോയി കൊടുത്തെന്നുള്ള ശരിയാ. നിങ്ങളുടെ വസ്ത്രം എടുക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, എന്നെ നേരത്തിന് ജോലിക്ക് വിട്ടു. ഈ പണിയെല്ലാം ചെയ്തത് അതിനകത്ത് അവിടെ രാത്രിയിൽ എത്ര മണിക്കാണ് ഉറങ്ങുന്നതെന്നറിയാമോ? ഈ ത്യാഗമെല്ലാം ചെയ്തത് നിങ്ങളുടെ അമ്മയാണെന്ന്. ഇതുപോലെ അംഗീകരിക്കുക, അഡ്മിറ്റ് ചെയ്യുക. അതുപോലെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കളിക്കുന്ന കളിയല്ല ദൈവിക ആരാധനയും ദൈവിക പദ്ധതിയും ദൈവിക ജീവിതവും. പരസ്പരം അഡ്മിറ്റ് ചെയ്യാൻ കഴിയണം. ഭാര്യമാരെ ഭർത്താക്കന്മാരെ അഡ്മിറ്റ് ചെയ്യണം. അവരുടെ വേദന അഡ്മിറ്റ് ചെയ്യണം. അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. എസ്തറിനോട് അഹശ്വേരോശ് ചോദിച്ചു, എസ്തറെ നിന്റെ ആവശ്യം എന്താണ്? നിന്റെ ആവശ്യം എന്താ? നിന്റെ മുഖം എങ്ങനെ വാടിയിരിക്കണം? നിന്റെ ആവശ്യം എന്താ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. സഹോദരന്മാരോട് അവരവരുടെ ഭാര്യമാരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്? അതുപോലെ തിരിച്ചും ചോദിച്ചിട്ടുണ്ടോ? അച്ചായ മുഖം പാടിയിരിക്കുന്ന ഞാൻ എന്താ ത്യാഗമാ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ? സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ.
ക്രിസ്തീയമായ ജീവിത ലൈൻ മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോയാലേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്നാലേ ദൈവാനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. വിവാദവും കലഹവും മുഷ്ടി യുദ്ധവും ആരാ വലുത് ഏതാ വലുത് എന്നുള്ള കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ നമ്മൾ വളർന്നു വരികയല്ല കേട്ടോ. അത് താഴോട്ട് വേഗം ഓടിച്ചു വായിച്ചോളെ. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? പഴയ വേഗത്തിൽ പോലെ കുടിക്കുക, രണ്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ ഈ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേര് പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അടിക്കുക. സ്തോത്രം. അടുത്ത് പറയും അന്യായ ബന്ധനങ്ങളെ അടിക്കുക. മുഖത്തിന്റെ ഞാൻ പറഞ്ഞു, നമ്മളെ ബന്ധിക്കുന്ന ആവശ്യമില്ലാത്ത ബന്ധിക്കുന്ന പലതുമുണ്ട്. ചിലർക്ക് ഫോൺ ഒരു ബന്ധനമാണ് കേട്ടോ. ഫോൺ നല്ലതാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇടുന്നതും ഷെയർ ചെയ്യുന്നുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. പിന്നെ അതുപോലെ എന്തെങ്കിലും അപകടവും ഇതൊക്കെ ഉണ്ടായാൽ ദൈവനാമം മഹത്വമെടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യും. ചിലർക്ക് ഫോൺ ഒരു ബന്ധനമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ എന്താ ബന്ധിക്കുന്നത്? ചിലര് വാങ്ങിച്ചാൽ കൊടുക്കത്തില്ല, അത് വല്ലാത്തൊരു ബന്ധനമാണ്. വാങ്ങിച്ചാൽ കൊടുക്കാത്തെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, അവരോട് പറയണം. കൂലിക്കാരന്റെ കൂലി അന്നേ കന്ന് കൊടുക്കണമെന്നാണ് ന്യായപ്രമാണം. നമ്മൾ മാസശമ്പളം കൊടുക്കുന്നവരുടെ രീതിയിലല്ല. മാസശമ്പളമാണെങ്കിൽ മാസശമ്പളത്തിന് കൊടുക്കണം. ഹല്ലേലൂയ, അന്നേ കന്ന് കൊടുക്കണം. അവനെ ഇട്ട് നടത്തിക്കരുത്. നമ്മളിവിടെ ഒരു പണി ചെയ്താൽ അവനെ ഇട്ട് നടത്തിക്കരുത്. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധനം മുറുക. ഹല്ലേലൂയ, നമ്മുടെ ബന്ധനം, നമ്മൾ പരിഹസിക്കുന്ന അനുഭവം അതും ഒരു ബന്ധനമാകട്ടോ. നിങ്ങൾ ഈ ബന്ധനങ്ങളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചില സിനിമ കാണത്തില്ല, സിനിമാ പോസ്റ്റ് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഇങ്ങനെയുള്ള അന്യായ ബന്ധനങ്ങൾ അവരവരുടെ പരിശുദ്ധാത്മാവ് അവരവരോട് തന്നെ ചോദിച്ചാൽ മതി, നീ ഏത് ബന്ധനത്തിലാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് അത് മുടിക്കാത്ത ഭ്രമമാണ്. അപ്പൊ നിങ്ങൾ പറയും പാത്രക്ക് അസൂയ മുട്ടയായി ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ചിലരതിൽ എന്തോ ഒരു പണിയെന്നറിയാമോ? കമ്മശുമ്പടൊക്കെയുള്ള പണിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ പെണ്ണുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര പൊങ്ങി ചാടിയാലും പഴയ അമ്മച്ചിമാര് കച്ചമുറിയും മുണ്ട് കൊടുത്ത് ആ നടക്കുന്ന അത്രയും ഭംഗി നമ്മുടെ അമ്മയ്ക്ക് അമ്മയും പറഞ്ഞു. ആ ഒരു ഇതുണ്ടോ? ഇന്നെല്ലാം മൊത്തം ഭാഷണ. സ്തോത്രം. ഈ ബന്ധനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞേ, അന്യായ ബന്ധനം, ഇതെല്ലാം ഒരു ബന്ധനമാണ്. സ്തോത്രം. നമ്മൾ വിചാരിച്ചാൽ മതി, അന്യായമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട് വരുന്ന ബന്ധനങ്ങൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകാൻ പാടില്ല. അന്യായ ബന്ധനങ്ങൾ നമ്മളെ ഏതാ മുറുക്കിക്കളയുന്നതോ ചിന്തിക്കണം. ചിലർ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കത്തില്ല, സത്യം പറയത്തില്ല. അതെല്ലാം ബന്ധനമാട്ടോ. നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടുകയില്ല, പറയുന്ന കാര്യം സത്യമായിരിക്കണം. ഒന്നും പറയണ്ട. പറഞ്ഞാൽ പറയുന്ന കാര്യം എന്തായിരിക്കണം? സത്യമായിരിക്കണം. ഹല്ലേലൂയ, സത്യമായിരിക്കണം. എന്നോട് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചാൽ ഞാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പോകുള്ളൂ. എനിക്ക് എന്നെ ഇതിന് മാത്രം വിളിക്കാനുണ്ട്. ഏതായാലും കളങ്ങോട്ടടിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്കെന്തുവാ? ചിലർ കോലഞ്ചേരിക്ക് പോവുകയാണെങ്കിൽ ചോദിച്ചാൽ പറയും പർവ്വത്താ പോകുന്നുണ്ട്. അങ്ങനെ സത്യം പറയണമെന്നേ. ചിലർ പറയുന്നത് എന്തിനും അവരുടെ അവധി തന്നെ കാര്യം. ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല, ചുമ്മാ ഫോർമാലിറ്റിക്ക് ചോദിക്കുന്നത്. നമ്മൾ പോസ്റ്റ് പറയുന്നത് ഒരു അന്യായ ബന്ധനമാകട്ടോ. അപ്പൊ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മളെ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില അന്യായ ബന്ധനങ്ങൾ നമ്മളെ മുറുക്കിയിട്ടുണ്ട്. അന്യായ ബന്ധനങ്ങൾ നമ്മളെ മുറുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ മുറുകിപ്പോയാൽ പ്രയാസമാകട്ടോ. പിന്നെ അതിൽ നിന്ന് കടന്നു വരണമെങ്കിൽ പാട്. ഹല്ലേലൂയ. വേഗം വായിച്ച്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറ്റ
പിടിക്കുന്നുണ്ടെങ്കിൽ അതും അഴിക്കണം. ചിലർക്ക് ഒത്തിരി സാക്ഷ്യമുള്ളവരുണ്ട്, നിർബന്ധമുള്ളവരുണ്ട്. ഇന്ന കാര്യം എനിക്ക് ഊണ് കഴിഞ്ഞാൽ ഇന്നത് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യമുള്ള ആളുകളുണ്ട്. അതൊക്കെ ഒരു നുഖമാണ് കേട്ടോ, ഒരു നുഖമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഇപ്പം നമ്മുടെ ഇവിടെ നിന്നും വിശ്വാസികൾ വീട്ടിൽ ചേർന്ന് വലിക്കുന്നവരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചിലയിടങ്ങളിലുണ്ട്, അവർക്കതൊരു ബന്ധനമാണ്, നുഖമാണ്. ഹല്ലേലൂയ. ചിലർ ഭാഷയോട് പറയും, ഭാഷയെ കുറച്ചു, ഇപ്പം രണ്ടും ചേർത്ത് രാവിലെയും വൈകിട്ട് മാത്രമേ വലിക്കും. നമ്മുടെ ഇവിടെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മുഖം ഏത് മുഖമാണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഏത് മുഖമാണ് പിടിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ചില മുഖമുണ്ട്, സ്തോത്രം, ചിലർക്ക് എല്ലാ ദൈവദാസന്മാരെയും പുച്ഛമാണ്. അവർ ഉപജീവനത്തിന് വേണ്ടി നടക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അതൊരു മുഖമാണ് കേട്ടോ. ദൈവം ഏൽപ്പിക്കുന്ന വേല, സ്തോത്രം, അവർ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ അതിനെ പുച്ഛിക്കുമ്പോഴുണ്ടല്ലോ, സ്തോത്രം, നമ്മുടെ മുഖം മുറുകുക, നമ്മുടെ പാദം മുറുകുക എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരല്ലാതിരിക്കുക. അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ചറിയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചേ, വേഗം വായിച്ചേ. വിശപ്പുള്ളവന് നിന്റെ അപ്പം നോക്കി കൊടുക്കണം. വിശപ്പുള്ളവന്, വേദനയുള്ളവന് നീ ഒന്ന് സഹായിക്കണം. വേദനയില്ലാത്തവരെ സഹായിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. വിശപ്പുള്ളവന് നിന്റെ അപ്പം നോക്കി കൊടുക്കണം. വിശപ്പില്ലാത്തവന് കൊടുക്കുന്നത് കാര്യമില്ല കേട്ടോ, അവൻ ചവിട്ടിക്കളയും. വിശപ്പുള്ളവന് കൊടുത്താലോ അവനത് വാങ്ങിക്കുന്നതും കഴിക്കുന്നതും എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? ഹല്ലേലൂയ. വലിയ വലിയ കല്യാണ മേളകൾ നടക്കാറുണ്ട്, വലിയ കേറ്ററിംഗുകാരൊക്കെ നടത്തുന്നത്. എന്തോരം സമ്മതനങ്ങളാണെന്നറിയാമോ? അവിടെ അവരുടെ ധനത്തിന്റെ പ്രതാപം കാണിക്കാൻ വേണ്ടിയുള്ളതായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഏതെല്ലാം ഐറ്റം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കേണ്ട ഐറ്റമല്ല. അതുപോലെ നമ്മൾ മറ്റും കണ്ടിട്ടില്ല, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ. മട്ടൺ ഒരു സൈഡിൽ ഒരു സാധനം, ചിക്കൻ വേറൊരു സൈഡിൽ, അതുപോലെ ഫിഷ് ഐറ്റം വേറൊരു ഐറ്റം, കൂൾ ഡ്രിങ്ക്സ് വേറൊരു ഐറ്റം, ഐസ്ക്രീം വേറൊരു ഐറ്റം, സലാഡ് വേറൊരു ഐറ്റം, പിന്നെ കപ്പയിറച്ചി വേറൊരു ഐറ്റം. ഇങ്ങനെ വന്ന് ധനത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം സ്തോത്രം, താഴ്ത്തു വായിച്ചേ, സ്തോത്രം. വിശപ്പുള്ളവൻ നമ്മളുടെ ഒരുത്തം വിശന്ന് വന്നാൽ അവന് ഭക്ഷണം കൊടുക്കണം. ഇക്കാലത്ത് വലിയ പ്രശ്നമാണ്. എന്നാലും നാം ശ്രദ്ധിക്കണം, വിശപ്പുള്ളവന് നിന്റെ അപ്പം ചെയ്യണം, നുറുക്കി കൊടുക്കുന്നതും നിന്റെ മാംസം. മറ്റേ കാര്യങ്ങൾ നമ്മൾ യുക്തമായിട്ട് ചെയ്താൽ മതി. ഇപ്പോഴത്തെ കാലത്ത് വലിയ പ്രയാസമാണ്. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കരുത്. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കരുതെന്ന്. ചിലർക്ക് എല്ലാം രഹസ്യമാണ്, എല്ലാം രഹസ്യമാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ മാംസരക്തങ്ങളെ മറച്ച് നീ ഒന്നും ചെയ്യരുത്. നിന്റെ ഇത് പുസ്തകത്തിൽ എഴുതാൻ കാരണം എന്നാ? പരിശുദ്ധാത്മാവ് തിരുവഴുത്തിൽ രേഖപ്പെടുത്താൻ കാരണം എന്നാ? സ്തോത്രം. നമ്മുടെ മാംസരക്തങ്ങളെ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ചില വീടുകളിൽ പോലും മക്കളെ തമ്മിൽ വേർതിരിവുണ്ട്. ഹല്ലേലൂയ. അക്ഷയത്തിന് എന്നെ ചില വീടുകളിൽ തന്നെ എന്ത് ചെയ്യുന്ന അവളോട് അർത്ഥത്തിൽ സ്നേഹം കൂടുതലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചില വീടുകളിൽ എന്താ വലിയ വേർതിരിവുണ്ട്. നിങ്ങളില്ലെന്ന് പറഞ്ഞ ദാവീദിന്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ, വേർതിരിവുണ്ട്. ഹല്ലേലൂയ.
ഇതെല്ലാം ഒന്ന് മാറ്റണം. ഹല്ലേലൂയ. താഴോട്ട് വായിച്ച സ്തോത്രം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സ് പോലെ പ്രകാശിക്കും. നീ ഇങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ എന്ത് ചെയ്യും? പൊറുതി വരും. നിന്റെ മുറിവുകളൊക്കെ മാറണമെങ്കിൽ, നിന്റെ വേദന മാറണമെങ്കിൽ, സ്തോത്രം, ഇന്ന് പ്രസംഗിച്ചാൽ തീരത്തില്ല, ഇനി അടുത്ത ആഴ്ചകളിൽ പ്രസംഗിച്ചാൽ തീരത്തില്ല. നിന്റെ മുറിവുകൾക്ക് എന്താ മുറിവുണങ്ങാത്ത? മുറിവുണങ്ങാത്തതിന്റെ കാര്യം ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. നിനക്കൊരു മർമ്മം അറിയാവോ? പഴയ കാലത്തെ മുതലാളിമാരെല്ലാം ദാരിദ്ര്യത്തിലേക്ക് വന്നിരിക്കുക. പഴയ ജന്മിമാര് റേഷൻ മേടിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പഴയ ജന്മിമാരായിരുന്നു. പക്ഷേ അവരെല്ലാം അന്ന് അവർക്ക് ലഭിച്ച സമയത്ത് അവരാർഭാടമായി മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരുന്നത് കൊണ്ട് ഇന്ന് തലമുറ വല്ലാതായ അനുഭവത്തിലേക്ക് പോയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു കാര്യം നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുതെന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. അടുത്തത്, നിന്റെ നീതി നിനക്ക് മുമ്പായി എന്ത് ചെയ്യും? അടുത്തെന്ന് വെച്ചാൽ നിന്നെ കുറിച്ചുള്ള വർത്തമാനം നാട്ടിൽ പറയും. അവനൊരു ഭക്തനാണ്, അവനൊരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനാണ്, അദ്ദേഹം എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ചെന്നാൽ സഹായിക്കുന്നവനാണ്. നിന്നെക്കുറിച്ചൊരു പേര് പുറത്തു വരും. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മളെ കുറിച്ചുള്ള പേര് പുറത്ത് എങ്ങനെയാണ്? നമ്മളെ കുറിച്ചുള്ള പേര്, നമ്മുടെ നീതി നമുക്ക് മുമ്പായി പോകും. നമ്മളെ കുറിച്ച് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ചെറിയ കാര്യമല്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണ് സഭയിൽ പ്രസംഗിക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള നീതി മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ചിലത് പറയണം. ഹല്ലേലൂയ. വേഗാഭാഗം വായിച്ചിരുന്നു. യഹോവയുടെ മഹത്വം നിന്റെ നീതി മുമ്പിൽ പോവുകയും ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിന്റെ പിമ്പടെയായിരിക്കും. ഒരു ശത്രുവിനും ഒരു അമാലേക്കിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ പിന്നിൽ നിന്ന് നശിപ്പിക്കാൻ വേറൊരുത്തിന് കഴിയത്തില്ല. നിന്നെ ചതിക്കാൻ വേറൊരുത്തിന് കഴിയത്തില്ല. കാരണം യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടെയായിരിക്കും. നമ്മൾ പഴയ പറ്റി വായിക്കുമ്പോൾ അറിയാം, ഇസ്രായേലിനും ഇസ്രായേലും തമ്മിൽ അടുക്കാതെ വണ്ണം അവൻ എന്ത് ചെയ്യാണ്? അഗ്നിത്തൂണാലാണ്. ദൈവത്തിൻ്റെതായ അഗ്നിമയമായ തൂണുകൾ അവർക്ക് ചുറ്റും നിൽക്കുക, അടുക്കാതെ വണ്ണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ കാണണം, നമ്മളെ തന്നെ കാണണം. സ്തോത്രം. കർത്താവേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുമോ? മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവെളിപ്പാൻ എനിക്ക് കഴിയുമോ എന്ന് നാം നമ്മെ തന്നെ ശോധനയിലായി വരുന്ന അനുഗ്രഹിക്കും.